ഇത് ഇവിടെ വന്നിട്ട് കുറേ നേരമായിരുന്നു അല്ലെ മിണ്ടുന്നില്ല. ഇതെന്നെ പിന്നെ പാത്രമൊക്കെ ഉണ്ടല്ലോ കയ്യിൽ, വല്ല കൊണ്ടുത്തരാമെന്നാണോ? ഇത് മിണ്ടുന്നില്ലല്ലോ. എടീ നല്ല ബിരിയാണിയുടെ മണം വന്നേ. ആ മണം അങ്ങ് മൂക്കിലേക്ക് കേട്ടിട്ട് അത് ഇറങ്ങിപ്പോയിരിക്കാനാ ഞാൻ മിണ്ടാതെ നിന്നെ. അത് കളഞ്ഞു. ഓ, കേറിയ മണം ഇറങ്ങിപ്പോയിരിക്കാം. ബിരിയാണി ഉണ്ടാക്കാറില്ല. കേറിയ മണം ഇറങ്ങിപ്പോയിരിക്കാം അല്ലേ? ഇവിടെ ബിരിയാണി ഇവിടെ അത് പിന്നെ ഇവിടെ ആയിരിക്കില്ല, വേറെ വല്ലയിടത്തും ആയിരിക്കും. എന്നാ പിന്നെ ഇവിടെ നീ ബിരിയാണിയുടെ മണം ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇത് ഞാനേ ഇതെന്നതാ? ഇത് ചേച്ചിക്ക് കടുമാങ്ങ അരിഞ്ഞത് കുറച്ച്. ഇതൊന്നും വേണ്ടെന്നേ. അത് ചേച്ചിക്ക് കൊടുക്കാനായിട്ട്. ഇതൊന്നും വേണ്ട. അയ്യോ, അപ്പൊ ഈ ബിരിയാണി ഇപ്പൊ ഇവിടുന്ന് തന്നെയാ? ഇവിടെ ഞങ്ങൾക്ക് ബിരിയാണി അതൊന്നുമില്ല. ഞങ്ങളെന്ത് ബിരിയാണി വെക്കാനാ? ചേച്ചി ഇവിടെ ഇല്ലെന്നേ. നിങ്ങളങ്ങ് വാതിൽ തുറന്നൊന്ന് കാണിച്ച് നോക്കട്ടെ. ചേച്ചി അങ്ങോട്ടങ്ങോട്ട് പോയതാ. നീ വേഗം പോകാൻ നോക്ക്. അല്ല, മണം സഹിക്കാൻ ഇവിടെ അല്ലെന്നേ ബിരിയാണി. ചേച്ചിക്ക് ഇത് കൊടുക്കണമല്ലോ. നീ ഒരു കാര്യം ചെയ്യേ, ഒന്നോടെ വലിച്ചു കയറ്റിക്കൊണ്ട് അനങ്ങാണ്ട് വീട്ടിൽ പോ. അപ്പം മൂക്കിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ ശ്വാസം, അത് മതി. പണ്ട് ഞാനങ്ങനെയായിരുന്നു. വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അയലോക്കത്തുള്ളവർക്ക് ഇച്ചിരി പിന്നെ അയലോക്കത്തുള്ളവർക്ക് വീതം വെക്കലല്ലേ ഞങ്ങളുടെ ജോലി. ഇച്ചിരി അയലോക്കത്തുള്ളവർക്ക് കൊടുത്തോണ്ടേ ഒരു നഷ്ടവും വരികയില്ല. അപ്പം നീ ഒരു കാര്യം ചെയ്യോ, ശ്വാസം പിടിച്ചോ ഒന്നോടെ. ഇങ്ങനെ പിടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി കൊടുക്കാൻ. ഇവിടെ അല്ലെന്നോ ഉണ്ടാക്കിയത്. എല്ലാരും കഴിക്കുന്നത് വയറ്റിലേക്കാ പോണേ, കേട്ടാ? അല്ലാതെ അതെ മൂക്കി കൂടെ തിന്നാല് വയറെന്നറിയൂല. മൂക്കിടെ തിന്നാ വയററിയില്ല. ബിരിയാണി ചെമ്പ് അടുപ്പയിൽ വെച്ചപ്പോ തൊട്ട് മണം വരുന്നത് എന്റെ വീട്ടിൽ മണം വന്നു. ഈ വീട്ടിൽ ഞാൻ ഈ ഉപ്പുമാങ്ങയുടെ ഇത് എടുത്തോണ്ട് ഇങ്ങോട്ട് അത് മനസ്സിലായി. രണ്ട് ഉപ്പുമാങ്ങ കൊണ്ട് തന്നാ എനിക്ക്. ഉപ്പുമാങ്ങ വേണ്ട ഇവിടെ, വേണ്ടേ. അങ്ങോട്ട് എടുത്തിട്ട് ഈ ചെരുവത്തിൽ എനിക്ക് തന്നാ ആര് തരാനില്ലെന്നേ. ഇനി അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തൊരു ചേട്ടൻ. ചേച്ചി അവിടെ ഇല്ലെന്നാണ് എല്ലാവരും ഒച്ച കേട്ടപ്പോ ഇറങ്ങി വന്നേനെ.